എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോ ഞാനും കൂടെ ഇടപെട്ട് വലിയൊരു പ്രശ്നമാക്കി ഇതാക്കണമായിരുന്നു. ഇതൊക്കെ ജസ്റ്റ് ഒരു നോട്ടീസ് ആണ്, ജസ്റ്റ് ദാറ്റ്സ് ഓൾ. ഒരു പേപ്പർ, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബ്രോ അതുൽ ബ്രോ പൊട്ട സയന്റിഫിക്കലി ആണെങ്കിൽ എല്ലാ ആൾക്കാർക്കും തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ, നല്ല ഒന്നാം തരം തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ പോയി, നിന്നെ ഞാൻ വെല്ലു വിളിക്കുന്നു. നീ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം, കാണാനെങ്കിൽ പോയി കേട്ടാ കൂട്ടാ. കൊണ അടിക്കാൻ വന്നിരിക്കുന്നു. നീ വാ അത്രയ്ക്ക് ചങ്കറപ്പുള്ളവനാണെങ്കിൽ വാ. എനിക്ക് മെസ്സേജ് നിന്റെ രേണുമാരുടെ അടുത്ത് ചോദിച്ചാൽ മതി. കിച്ചു രേണുമാരുടെ നമ്പർ വെച്ചാൽ പുന്നാരമാണെന്ന് കൊടു കേട്ടാ. അവനിങ്ങനെ പോരട്ടെ, നീ വാ, നമുക്ക് അടിച്ചു തന്നെ തീർക്കാം. അത്രയ്ക്ക് നിനക്കൊരു കുന്തളി പിളവിക്കല്ലേ, നീ പോരും. എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാനൊരു കോമഡി വീഡിയോ കണ്ട്. കോമഡി വീഡിയോ കാണാനുണ്ടായ സാഹചര്യം വിവിയാണ് എനിക്ക് അയച്ചു തന്നത്. ഈ വീഡിയോ കണ്ടിട്ട് ഞാനിരുന്ന് ചിരിച്ച്, എന്നിട്ട് ഞാൻ വിവിയെ തിരിച്ചു വിളിച്ചു. ഞാൻ പറഞ്ഞു, ഇതിൽ ഞാൻ എന്നാ മറുപടി പറയാനാ? കുറെ ചീള് ചിൽക്കാരി വന്നിട്ട് കിടന്ന് ചിക്കിളി വിക്കിളി എന്ന് പറയുന്നു, ഞാൻ എന്ത് ചെയ്യാൻ? എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ മറുപടി കൊടുക്കൂടാ, ചീള് പിള്ളേരല്ലേ. പക്ഷെ പിള്ളേരാണെങ്കിലും പിള്ളേർ കാണിക്കുന്നത് ഊഹിത്തനമാണെങ്കിൽ നമ്മൾ മറുപടി കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ മറുപടി ആയിട്ട് വരുന്നത്. കിച്ചു, ഞാനൊരു കാര്യം പറയട്ടാ. നിന്റെ അമ്മ രേണു, ഈ രേണുവിന്റെ സകലമാന ചരിത്രവും കുത്തിപ്പൊക്കി അടിച്ചവനാണ് ഞാൻ. അത് നീ ചിന്തിക്കണം. ഈ രേണുവിന്റെ ചരിത്രം അന്വേഷിച്ച് പോയ സമയത്തും ആൾക്കാര് തെളിവ് സഹിതം പല കാര്യങ്ങളും എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഈ രേണുവിന്റെ കാര്യങ്ങളാണ് പലതും ഞാൻ എടുത്തു വെച്ച് എക്സ്പോസ് ചെയ്ത് വലിച്ചു കയറി ഒട്ടിച്ചിട്ടുണ്ട്, ഇല്ലേ? അതെനക്കും അറിയാം, ഞാൻ ഇനി പ്രത്യേകിച്ച് പറയണ്ട. എന്നാൽ രേണുവിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്ന സമയത്ത് രേണുവിന്റെ ചരിത്രം മാത്രമല്ല എനിക്ക് കിട്ടിയിട്ടുള്ളത്. സുധിയുടെ, അതായത് നിന്റെ അച്ഛന്റെ ചരിത്രം, നിന്റെ അപ്പൂപ്പന്റെ ചരിത്രം, തങ്കഞ്ചേട്ടന്റെ, നിന്റെ അമ്മയുടെ രേണുവിന്റെ സഹോദരിയുടെ ചരിത്രം, ഇങ്ങനെ സകലമാന ആൾക്കാരുടെ ചരിത്രങ്ങൾ. ഇനിയിപ്പോൾ സഹോദരിയുടെ ചരിത്രം മോശമാണെന്നല്ല കേട്ടോ, അങ്ങനെ എല്ലാവരുടെ ചരിത്രവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നിന്റെ ചരിത്രവും. ആരുടെ ചരിത്രം? നിന്റെ ചരിത്രം. എന്നെ കൊണ്ട് വാ തുറപ്പിക്കരുത്. രേണു ചീഞ്ഞതിനേക്കാളും ചിലപ്പോൾ നീ ചീഞ്ഞു കേട്ടാ. അത് ഞാനിന്ന് ഒരു റിമൈൻഡർ ആയിട്ട് നിനക്കിടുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് താല്പര്യമില്ല നിന്നെ എടുത്തിട്ട് അലക്കാൻ. കാരണം ഒരു ചീകള് പയലാണ്, ഒരു ചീകള് പയല്. എനിക്ക് ഒട്ടും തരമല്ലാത്ത വെറും ഒരു പൊടി പയല്. ആ ഒരൊറ്റ കൺസിഡറേഷനാണ് നിനക്ക് തരുന്നത്. നിന്നെ പോലെയുള്ള ഒരു പീറ പയലിനെ ഞാൻ വലിച്ചു കീറി സമൂഹത്തിന്റെ മുന്നിൽ ഒട്ടിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. എനിക്ക് താല്പര്യമില്ല. ഞാൻ നിന്നെ ആ ഒരു ലെവലിൽ കണ്ടിട്ടുള്ളൂ. ഒരു രീതിയിൽ നീ എനിക്ക് തരമല്ല കിച്ചു. നിന്റെ സകലമാന ചരിത്രവും എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ രേണുവിനെക്കാളും നീ നാറും. അത് നിനക്കും അറിയാം, എനിക്കും അറിയാം. ഞാൻ കൂടുതലൊന്നും പറയണില്ല, നിനക്കറിയാമല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്ന് കിച്ചു നീ നാറും. എനിക്കതിന് താല്പര്യമില്ല കേട്ടാ. ഞാൻ അതുകൊണ്ടാണ് ഒരു റിമൈൻഡർ ഇടുന്നത്. എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. പിന്നെ നിന്റെ കൂടെ ഒരു വേട്ട വാളയെ, ഒരു 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 നരുന്ത് പയല്, അങ്ങനെ തന്നെ പറയാം. ബോഡി ഷേമിംഗ് എന്ന് പറയില്ല കേട്ടോ. ഒരു പീട്ട പയൽ, ഒരു പീറപ്പയൽ ഇടക്കിടക്ക് ഇരുന്ന് കൊണാന്ന് അടിക്കുന്നുണ്ട്. അവന് ഒരു കിണ്ടിനില്ല. അവൻ എന്തോ എന്നെ കിട്ടിക്കഴിഞ്ഞാൽ മൂക്കി കെട്ടിക്കളെന്ന് പറയുന്നതായിട്ട്. എടാ, നീ ചോണയുള്ളവനാണെങ്കിൽ, ചോണയുള്ള നട്ടലിന് ഉറപ്പുള്ളവനാണെങ്കിൽ ഞാൻ നിനക്ക് ലൊക്കേഷൻ ഇട്ട് തരാം. നീ എന്നെ ഒന്നൊന്ന് അടിച്ചിട്ട് പോകും കേട്ടോ. ഒന്ന് അടിച്ചിട്ട് പോടാ. അത്രയ്ക്ക് നട്ടലിന് ഉറപ്പുള്ളവനാണെങ്കിൽ ഞാൻ ലൊക്കേഷൻ ഇട്ട് തരാം. വലിയ വായ്ത്താളം അടിക്കുന്നുണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് അടിക്കുന്ന വായ്ത്താളം ചെയ്യാൻ പറ്റുമെങ്കിൽ വേണം വെല്ലുവിളിക്കാൻ. എന്റെ പുന്നാര മോനെ, ഈ വീഡിയോക്കകത്ത് വന്നിരുന്ന് സംസാരിക്കുന്ന ഒരുത്തൻ മാത്രമല്ല ഞാൻ. എന്റെ നാട്ടിൽ നല്ല പിള്ളേരുടെ ഇമേജാണ് എനിക്ക്. എന്റെ കുടുംബക്കാരുടെ ഇടയിൽ നല്ല പിള്ളേരുടെ ഇമേജാണ് എനിക്ക്. എന്റെ വീട്ടുകാരുടെ ഇടയിൽ എനിക്ക് നല്ല പിള്ളേരുടെ ഇമേജാണ്. നാട്ടിലും വീട്ടിലും കുടുംബത്തിലൊന്നും ഞാൻ ഇന്നേ വരെ പ്രശ്നങ്ങൾക്ക് പോയിട്ടില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുമില്ല. എന്നാൽ എന്നെ അടുത്തറിയാവുന്നവർക്ക് എന്റെ ക്യാരക്ടർ നല്ലോണം അറിയാം. അതെന്റെ ക്ലോസ് ഫ്രണ്ട്സിന്. അതുകൊണ്ട് എന്റെ പൊന്നളിയാൻ ഞാൻ കുറച്ച് വർഷങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് എന്റെ കാര്യം നോക്കി ഞാൻ പോകുന്നത്. ഈ യൂട്യൂബൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത്. അതിന് മുന്നേ ഒരു അതിലുണ്ടായിരുന്നു. ചുമ്മാ നമ്മളെ കയറി ചൊറിയില്ലേ. എന്റെ പുന്നാര മക്കളെ, നീയൊക്കെ ഒരു പീറപ്പയലുകളും എനിക്ക് തരവില്ല. അതുകൊണ്ട് ചുമ്മാ ഇങ്ങോട്ടുണ്ടാക്കാൻ നിൽക്കല്ലേ കിച്ചു. നിന്റെ അടുത്ത് ഞാൻ ഇപ്പോഴും നിനക്കൊരു വാർണിംഗ് തരാണ്. നീ ദയവ് ചെയ്തിട്ട് നിന്റെ ചരിത്രം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നിന്റെ രേണു അമ്മ നാറി എന്റെ 10 ഇരട്ടി നീ നാറും. അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ സാമ്പിൾ പറഞ്ഞു തരണോ? പറയണ്ടല്ല, അതുകൊണ്ട് വിട്. എന്തായാലും കിച്ചുവിന്റെ ലൈവ് വന്നതിന് ശേഷം എനിക്കൊരാൾ വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു, കേട്ടു നോക്കാം. കിച്ചുവിനെ എടുത്ത് വർക്ക് ഷാജിയേട്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വോയിസ് വന്നിട്ടുള്ളത്. എന്റെ പൊന്നു ബ്രോ, വറക്കാൻ മാത്രം താരമല്ല, ഒരു കുഞ്ഞു പയ്യണ്ട കുളന്തേടാ. അപ്പൊ പറയും, 10-20 വയസ്സ് കഴിഞ്ഞ് ഇവനാ കുളന്തേ തന്നെയാണ്. എനിക്ക് തരമല്ല. പ്രത്യേകിച്ച് ഇവനെ കരിവാരി തേക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ അലക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവൻ പിന്നെ നേരെ നിൽക്കത്തില്ല. അപ്പൊ കിച്ചു പറയും, നിന്റെ ചരിത്രം ഞാനും കുത്തിപ്പൊക്കി അടിക്കണം. അടിയടാ, ചരിത്രത്തിൽ എവിടെയെങ്കിലും പോറലോ എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് ഇമേജ് നിനക്ക് ഉള്ളതായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞ് നീ എടുത്ത് അടിച്ചു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് അപ്പം തന്നെ സല്യൂട്ട് അടിച്ചു തരാം കേട്ടാ. കിച്ചു ഇപ്പോഴും പറയണത് നിന്നെ തരവായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും നീ ലൈവില് നിന്റെ കൂട്ടുകാരും കൂടി ഇരുന്ന് അടിച്ച കൊണ നമുക്കൊന്ന് കാണാം, കണ്ടിട്ട് പോവാം.
കുറച്ച് ഏജ് കാണുമല്ലോ ഇരുന്ന് സംസാരിക്കുന്നവർക്ക്. ഓക്കെ, അവനേക്കാൾ ഏജ് കുറെ കാണും ഇരുന്ന് സംസാരിക്കുന്നവർക്ക്. ബാക്കി പോരട്ടെ. എന്റെ ഏജ് ഞാൻ ഇത്ര നിക്കുന്നില്ലേ? അത് അതിലുള്ള ബുദ്ധിയില്ലാത്ത കഴിയാണ്. അതുൽ വ്ലോഗ് കമന്റിൽ വന്നതാണോ വരുത്തിയതാണോ വോട്ടവർ, എന്തായാലും കമന്റിൽ വന്നു. അതുൽ വ്ലോഗിനെയാണ് പറയുന്നത്. ബാക്കി ഇരിക്കണ എടാ കിളുന്ത് വയലടേ, രോമം പോലും വന്നിട്ടില്ല. അവ എന്നെ വെല്ലുവിളിക്കാൻ വന്നിരിക്കണ്. കിളുന്ത് പയലുകൾ വരെ മാസാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കൂല. ഇത് പ്രായത്തിന്റെ കുഴപ്പമാണ്. തിളപ്പ്, വെറും ചോരത്തിളപ്പ്. നമ്മളും ഈ പ്രായം കഴിഞ്ഞ് വന്നതന്നെ. അവന്റെ പട്ടി ഷോ കണ്ടു കഴിഞ്ഞാൽ അവ എന്തോ വലിയ സംഭവം തോന്നുന്നു. താരം പോലും ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരടിക്കില്ല. അവൻ ഒരടിക്കില്ല. സത്യം ഉരുണ്ട് കിടക്കും അവിടെ. പിന്നെ എണീക്കണമെങ്കിൽ 7 ദിവസം എടുക്കും. എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോ ഞാനും കൂടെ ഇടപെട്ട് വലിയൊരു പ്രശ്നമാക്കി ഇതാക്കണമായിരുന്നു. ആ ഇപ്പൊ അങ്ങനെ ആയാടാ, ഇപ്പൊ അങ്ങനെ കിച്ചു. ഞാനിപ്പോഴാ പറയുന്നു, നീ മാറുന്നില്ലേ, എനിക്ക് വെള്ളം ഷർട്ടിനോ മതി. ജസ്റ്റ് ഒരു നോട്ടീസ് ആണ്. ജസ്റ്റ് ദാറ്റ്സ് ഓൾ. ജസ്റ്റ് ദാറ്റ്സ് ഓൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എടാ നിന്റെ അമ്മയെന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അവളെ കൂട്ടുകാരിയും ചേർന്ന് ആ ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തിയെ നാണം കെടുത്തിന് കൈ കണക്കുണ്ടാ? നിനക്ക് അതിൽ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടാ? നിന്റെ പേരിലല്ലേ ആ വീട് ഇരിക്കുന്നത്? ഇത്രയും നാളായപ്പോ ഈ കോപ്പിലെ പരിപാടികളെല്ലാം നിർത്തി വെച്ചിട്ട് മര്യാദയ്ക്ക് ഒതുങ്ങി കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കി നടന്നുകൂടെ എന്നെങ്കിലും നീ അറ്റ്ലീസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ആ വ്യക്തിയെ, ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തിയെ എത്രത്തോളം സമൂഹത്തിന്റെ മുന്നിൽ താറടിച്ച് നാറ്റിക്കാൻ പറ്റും അതിന്റെ പീക്ക് ലെവലിൽ നാറ്റിച്ചു. എന്നിട്ട് നിനക്ക് ഉളുപ്പില്ലടേ വന്നിരുന്നു ഇങ്ങനെ പറയാൻ? കഷ്ടം. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ പൊട്ട നിന്റെ എടയും എന്നെ കൊണ്ട് തന്തയ്ക്ക് വിളിപ്പിക്കില്ല പോയിച്ച് ചുമ്മാ. അവന്റെ പറച്ചിലായിട്ട് ഞാൻ ആരെന്ന് തോന്നും. എടാ എനിക്ക് സത്യം ഞാൻ ഒരു കാര്യം സീരിയസ്ലി പറയാം, എനിക്ക് നിന്നെ ഒന്നും പറയാൻ തോന്നുന്നില്ല. ഏതോ പീക്കറ 2 പീട്ട പിള്ളേർ വന്നിരുന്നിട്ട് നമ്മളെ വെല്ലുവിളിക്കുന്ന പോലെയാണ് ഫീലിങ്സ്. സയന്റിഫിക്കലി ആണെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഉള്ളതാണ് ഈ നട്ടലെന്ന് പറയുന്ന സാധനം. ഇപ്പോഴാണോ നീ കണ്ടുപിടിച്ചത്? നിനക്ക് അതിന്റെ ഒരു കുറവുണ്ട്. തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയിട്ടുള്ള കുത്തിക്കഴപ്പുകളാണ് കാണിക്കുന്നത്. അതുകൊണ്ട് മിണ്ടാതിരി. എന്ത് കിഴങ്ങനാടാ നീയൊക്കെ? കിഴങ്ങൻ തന്തയ്ക്ക് വിളി ഞാൻ നിർത്തി വെച്ചിരിക്കുകയാണ്. വേറെ ഒന്നുമില്ലടാ. എടാ തരമല്ലടാ പീറപ്പായല്ലേ നീ. കിഴങ്ങനും പോങ്ങനും ഒക്കെ ആരാണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇരുന്ന് വട്ടി ഷോ കാണിക്കുന്നുണ്ട്. നീ എന്നെ വെല്ലുവിളിക്കുന്നുണ്ടല്ലോ. എടാ ചോണയുള്ളവനാണെങ്കിൽ നീ ഈ പറഞ്ഞ നട്ടലാണ് നിനക്കുള്ളതെങ്കിൽ, വാഴപ്പിണ്ടിക്ക് പകരം നട്ടലാണ് നിനക്കുള്ളതെങ്കിൽ നീ വാ. നിനക്ക് ഞാൻ ലൊക്കേഷൻ ഇട്ട് തരാം. നീ വാ, എന്നെ തള്ളിയിട്ട് പോടാ വാടാ കൊച്ചേറുക. പോയി തരത്തിന് കളിയടാ. സ്കൂൾ വിട്ടില്ലെങ്കിലേ പോയി സ്കൂളിൽ പോയിരുന്നു പടി കേട്ടാ. സമയത്തിന് സ്കൂളിൽ പോയി അറ്റൻഡൻസ് ഇട്. അല്ലെങ്കിൽ അറ്റൻഡൻസ് കിട്ടൂല. കാറി കയറിയിരുന്ന് കൊണയടിച്ചോണ്ടിരിക്കുകയാണ്. ഇല്ലാണ്ട് പിന്നെ പേപ്പറിന്റെ ഒരു കാര്യമുള്ളല്ലോ. ഇങ്ങനെ ഉദീർപ്പിച്ച് വലിയൊരു കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഈ സോഷ്യൽ മീഡിയ ആണ് എല്ലാത്തിനും പ്രശ്നം. ഒരു കാര്യമില്ല. ഇല്ലടാ ശരി, ചുമ്മാ നോട്ടീസ് ചെയ്യത് നമ്മള് ചീത്തയായിട്ടൊന്നും വിളിച്ചിട്ടില്ല. നമ്മള് വളരെ മാന്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എടാ എനിക്കൊന്നും പറയാൻ തോന്നല്ലടാ. പീറ പിള്ളേർ എന്ത് പറയാനാ? ഞാൻ സ്കൂളിൽ പഠിക്കണ പ്രായത്തിൽ വന്ന് കൊണയടിക്കായിരിക്കണ്. ഇതൊന്നും വരുന്നില്ല ഉള്ളിൽ നിന്ന്. ദേശീയ ഇവന്റെയൊക്കെ ഈ ദേശീയ ആരാ കമന്റ് ചെയ്ത? മനസ്സിലായോ? ഞാൻ ഇങ്ങനെ നിൽക്കുന്നൊരു പൊട്ടനെ പോലെ തോന്നണ്ട. അതാണ് അതെനിക്ക് പലവട്ടം തോന്നിയിട്ടുണ്ട്. പൊട്ടനേക്കാൾ മേലിൽ എന്തോ ആണെന്ന്. കാരണം നിനക്കും നിന്റെ അനിയനും കൂടിയാണല്ലോ വസ്തുവും കാര്യങ്ങളെല്ലാം തന്നത്. എന്നിട്ട് ആ തന്ന ആൾക്കാരെ നിന്റെ അമ്മയും നിന്റെ അമ്മയുടെ കൂട്ടുകാരിയും എല്ലാം കൂടി എടുത്തിട്ട് സമൂഹത്തിന്റെ മുന്നിൽ വലിച്ചു കയറി ഒട്ടിച്ചപ്പം വായിക്കാത്ത അമ്പളങ്ങി വിഴുങ്ങിയല്ലോ അമ്പളങ്ങിയും കയറ്റി വെച്ചുകൊണ്ട് പിരിവെട്ടി അണ്ണാക്കി ഇരുന്നത് ആണ് നമ്മൾ കണ്ടത്. എന്നിട്ട് ഇപ്പം വന്നിട്ട് കൊണയടിക്കണം. നീ പൊട്ടനാണെന്ന് വിചാരിക്കേണ്ടത്. പിന്നെ പൊട്ടനെല്ലാം എന്തോന്ന്? നിന്റെ ബാക്കി 2 ആ സൈഡിലും ഒക്കെ ആയിട്ടിരിക്കുന്നില്ലേ? അതൊക്കെ ലോക പൊട്ടന്മാര് ഷൊട്ടകൾ. ഈ വാണങ്ങളൊക്കെ നീ ആദ്യം കൂട്ടൊഴിവാക്ക്. പിന്നെ വേറൊരു കേസ്, മക്കളെല്ലാരും കൂടി ചെയ്യുന്നേ പരിപാടിയും സാധനങ്ങൾ എവിടെ നിന്നാണ് എത്തുന്നതെന്നുള്ള പരിപാടിയുടെ ഒക്കെ തെളിവ് കാണണോ? എന്നെ കൊണ്ട് വല്ലതും ചെയ്യിപ്പിക്കണോ? നീക്ക് അകത്ത് പോകുന്ന വകുപ്പ് വരെ എനിക്ക് ഉണ്ടാക്കി തരാൻ അറിയാം. അമ്മ അത് തെളിവ് എൻ്റെ കയ്യിലുണ്ട്.
വേണമെങ്കിൽ നീയൊക്കെ എനിക്ക് വാട്സപ്പിലൊന്ന് മെസ്സേജ് അയക്കും, ഞാൻ അയച്ചു തരാം. അപ്പം നീയൊക്കെ മൂഞ്ചിയിരിക്കുന്ന എനിക്ക് കാണാം. എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കൽ. അപ്പോൾ ചോദിക്കും എവിടെ നടാൻ നിനക്ക് കിട്ടിയെന്ന്. നിൻ്റെയൊക്കെ കൂടെ ഉള്ളവന്മാരെല്ലാവരും നമുക്ക് പല സർക്കിളിൽ കൂടി അറിയാടേ. പലരും കൈമാറി വന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, തെളിവുകളടക്കം. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ ചുമ്മാ വാണത്തനങ്ങൾ കാണിക്കല്ലേ. നമ്മൾ ഈ കളിക്ക് ഇറങ്ങുമ്പോഴേ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഒപ്പിച്ചു വെച്ചിട്ടായിരിക്കും ഈ കളിക്ക് നിൽക്കുന്നത്. ചുമ്മാ വന്നിരുന്നിട്ട് പ്രായത്തിൻ്റെ തളപ്പിൽ വന്നിട്ട് കൊണയടിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ചുമ്മാ എന്നെ പിരിയേറ്റി വിടുപ്പിക്കില്ല. എല്ലാവരുടെ സകലമായ ഇടപാടുകളും ഞാൻ പൂട്ടിത്തരും. ആ രീതിയിലുള്ള പണി എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഭയങ്കര സംഭവമാണെന്ന് ഞാൻ വെല്ലുവിളിക്കുന്നില്ല. പക്ഷെ നിൻ്റെയൊക്കെ ചരിത്രം നീയൊക്കെ കാണിച്ചു കൂട്ടുന്നതും സാധനങ്ങളൊക്കെ എവിടെ നിന്ന് ഒപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ അടക്കം എനിക്കറിയാം. അതെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. പൊന്നു മക്കളെ പോ, തരത്തിന് പോയി കളി കേട്ടാ. ചുമ്മാ വന്നിരുന്ന് കൊണവണാന്ന് വെട്ടിക്കഴിഞ്ഞാൽ ഞാൻ വല്ലതുമൊക്കെ എടുത്ത് അടിച്ച് അണ്ണാക്കി തന്നങ്ങ് വിടും. പിന്നെ വന്നിട്ട് കൊണവണാന്ന് അടിച്ചിട്ട് കാര്യമില്ല. സ്റ്റേഷനിൽ നിൽക്കുക. അത് ഇപ്പം എന്നെ പറഞ്ഞെന്നോ കേസ് കൊടുക്കുന്നില്ല. നീയൊക്കെ കാണിക്കുന്ന പല പരിപാടികളും കേസിലോട്ട് പോകേണ്ട വകുപ്പുകൾ ഉണ്ട്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുക. നിനക്കൊക്കെ ഞാൻ ഉദ്ദേശിച്ച് മനസ്സിലാക്കി കാണുമല്ലോ, ചിന്തിച്ചാൽ നിനക്കൊക്കെ കൊള്ളാം. മെയിനായിട്ടും അവൻ ഈ ചാനലുകൊണ്ട് ഉദ്ദേശിക്കുന്ന അവന്റെ അല്ലാതെ സീരിയസ് ഇഷ്യൂ ഒന്നും ഇതിനകത്ത് കേട്ടിട്ട് വലിയ അങ്ങനത്തെ റീച്ച് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. എടാ വാണമേ, നിന്നെ ആടാ ഇവിടെ വിളിച്ച് പോടാ. ചിരിയും പറഞ്ഞു കോമഡി പീസുകളാകുമാര്, കോമഡി പീസ്. അയ്യേ എടാ കിച്ചു, ചരിത്രം ചെക്കാൻ നിൽക്കരുത്. കനല് കെട്ടിട്ടില്ലെങ്കിൽ കൈ പൊള്ളും. ഈ 2 വാണങ്ങളും കൂടി കാരണം നീ ഏറി പോകുന്ന എല്ലാ ചാൻസും ഉണ്ട്, ഞാൻ കാണുന്നുണ്ട്. ചുമ്മാ എന്നെ ചൊറിഞ്ഞ് പിരിയാറ്റി വിടരുത്. ഞാൻ ഇന്ന് നീയൊക്കെ എന്നെ വന്നിട്ട് ചീത്ത വിളിച്ചാൽ കൂടി ഞാൻ റിപ്ലൈ തരാൻ വരുന്നില്ല. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല. എനിക്ക് ഇത് കണ്ട് എങ്ങാണ്ട് കുരു പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ എടുത്ത് മൊത്തം സകലமான കാര്യം എടുത്ത് അടിച്ചിട്ട് അങ്ങ് പോകും. അതോടെ നീയൊക്കെ അവിടെ അങ്ങ് ഇരിക്കും. ആ ഇരിപ്പിൽ നിന്ന് എണീക്കണമെങ്കിൽ കുറച്ചൊന്ന് താമസിക്കും കേട്ടാ. ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളായിരിക്കും മക്കളെ കാര്യങ്ങൾ. അവന്റെ സർക്കിളിൽ നടക്കുന്ന എന്താണ് അതാണ് അവൻ ഈ ചാനലിലൂടെ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അല്ല ഇങ്ങനത്തെ വലിയ കാര്യമൊന്നുമല്ല. നിങ്ങൾ അതിനകത്ത് ഓരോ വേണ്ടാത്ത കാര്യങ്ങളും കുത്തിക്കയറ്റി ചുമ്മാ ഓരോ വലിയ പ്രശ്നങ്ങളുമായി ഞങ്ങളിങ്ങനെ എവിടെ ഇങ്ങനെ ചെയ്യുന്നു. വൈറ്റ് ഷർട്ട് നെയിം പ്ലീസ് ആഷിഖ്. എൻ്റെ പൊന്ന ആഷിഖ് മോനെ, ആഷിഖ് ബാനായി കളിക്കാൻ നിൽക്കരുത് കേട്ടാ. എടാ ആഷിഖ് മോനെ, തക്കടു വാവ ചുക്കടു വാവ. എടാ കിച്ചു നിന്റെ കാര്യത്തിലൊരു തീരുമാനമാവും ഇങ്ങനെ പോവുകയാണെങ്കിൽ. ഈ ആഷിഖ് മോനാണ് നിന്റെ കൂട്ട് കെട്ടെങ്കിൽ ഇവൻ ചൊറിയും, നീ പൊളിയും. അതേ സംഭവിക്കത്തുള്ളൂ. വെറുതെ പരിപാടി കാണിക്കരുത്. മീശ പോലും കുരുത്തിട്ടില്ലാത്ത കിളുന്ത് പിള്ളേര് ചൊറിയണം വന്ന്. താല്പര്യമില്ല. രേണുവിനെ വലിച്ചൊരു ഒട്ടിച്ചതുപോലെ എനിക്ക് കിച്ചുവിനെ ഒട്ടിക്കാൻ താല്പര്യമില്ല. അവസാനം കുടുംബം മൊത്തം തീർന്ന കേസാവും. സുധിയുടെ പല കേസുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെയൊക്കെ അപ്പുറം മൊത്തം എല്ലാം ഫാമിലി മൊത്തം എക്സ്പോസാവും. ആ ക്രെഡിറ്റ് എനിക്ക് വേണ്ട. ഞാനതങ്ങ് വിട്ടു തന്നിരിക്കുന്നു കേട്ടോ മോനെ. ബ്രോ ഇപ്പൊ ആരും വേണ്ട. ഞാനായിട്ട് എന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ ഇതുവരെയായിട്ട് അച്ഛന്റെ ഭാഗത്തുനിന്ന് അച്ഛന്റെ ഒരു പേര് ദോഷം മറ്റെന്തെങ്കിലും കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടോ എന്റെ സൈഡിൽ നിന്ന്? ഞാൻ ആ രീതിയിൽ ഞാൻ അത് കീപ്പ് ചെയ്ത് ഞാൻ പോകാനായിട്ടാണ് മാക്സിമം ഞാൻ നോക്കിക്കൊടുക്കുന്നത്. ആ പുള്ളി അവനെ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ അത് നമ്മൾ ഒരിക്കലും കളയത്തില്ല. അതൊരു കാര്യം. നിങ്ങൾ പറഞ്ഞു കളഞ്ഞു അവന്റെ മനസ്സിൽ പോത്തില്ല. നിങ്ങളുടെ മനസ്സിൽ മാറുന്നെങ്കിലും മനസ്സിലായി. നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ മനസ്സിൽ അത് ഇവൻ ഇങ്ങനെ പോയി എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നില്ല. അവന്റെ മനസ്സിൽ അങ്ങനെ പൊത്തൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിൽ ഒന്നും പൊത്തില്ല. ഇതൊരു വലിയ സംഭവമാണ്. നീ ഒരു വലിയ സംഭവം തന്നെ, ഒരു കില്ലാടി തന്നെ ആശിക്ക് കിട്ടാ. നീ ഇവിടെ ഭയങ്കര പ്രശ്നം നടക്കുന്നത്. വീഡിയോ ഒക്കെ എടുത്ത് നോക്കാം അപ്പൊ മനസ്സിലാവും സംഭവം എന്താണെന്ന്. ഇപ്പോഴത്തെ പിള്ളേർ എല്ലാ പിള്ളേർക്കും ഒന്നുമില്ല കേട്ടോ. ഇവന്മാർക്കൊക്കെ എന്തോ വലിയ ഉള്ളിൽ നിന്നൊരു തോന്നലുണ്ട്. ഞാൻ എന്തോ വലിയ സംഭവമാണ്, ഒരു പാൻറ് ഷർട്ടും എടുത്തിട്ട് ഒരു വാച്ചും കെട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്തോ വലിയ സംഭവമാണ് എന്നുള്ള തോന്നൽ ഈ ഫുണ്ടാക്കൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ എല്ലാ പിള്ളേരല്ല, ഇതുപോലത്തെ കുറച്ച് ഫുണ്ടാക്ക്. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്, വേറെ ഒന്നുമില്ല. ആ ഒരു തിളപ്പ്, പ്രായത്തിൻ്റെ തിളപ്പ്. നമ്മളെന്തോ വലിയ സംഭവമാണ്, നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ എന്തും നേടാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെന്തോ വലിയ സംഭവമാണ് എന്നൊക്കെ ഉള്ളൊരു തോന്നലാണ്. ഈ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടെ കാണൂല. ഒരു പ്രശ്നം വന്ന്
നേരിട്ട് മുട്ടുന്ന സമയത്ത് കേട്ടോ. നിന്റെ കൂടെ നിൽക്കാൻ നിന്റെ 1,00,000 സംതിങ് സബ്സ്ക്രൈബർ കൂടെ കാണൂല. എൻ്റെ കേസിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പം എനിക്കൊരു പ്രശ്നം വരുമ്പം സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടെ കാണും. പക്ഷെ നേരിട്ടൊരു പ്രശ്നം വരുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി വണ്ടി പിടിച്ച് വരത്തില്ല. അതുകൊണ്ട് പുന്നാര മോനെ വെല്ലുവിളിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ വെല്ലുവിളി. ചുമ്മാ കയറി ചൊറിയാൻ നിൽക്കരുത്. നമ്മളൊന്നും കാണാതെ പണിക്കിറങ്ങൂലെന്ന് നീ ഒന്ന് ഇരുന്ന് ചിന്തിക്കും. പിന്നെ നിന്റെ ചരിത്രം എന്നെ കൊണ്ട് എന്നെ പറയിപ്പിക്കരുത്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, പറയിപ്പിക്കരുത്. സകലമാന ഉടായ്പകളും കാണിച്ചു കൂട്ടിയിട്ടുള്ളത് തെളിവ് സഹിതം കയ്യിലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. വെറുതെ എന്തിന് വയ്യ. കുറെ വരുന്നുണ്ട്, ഏത് വായിക്കണം അറിയാൻ അതിനുള്ള കർമ്മജീവിതത്തിൽ എന്തിനെ എത്തി നോക്കാൻ ഇരിക്കുന്ന കുറെ യൂട്യൂബേഴ്സ്. ബ്രോ ഹാപ്പി, അവനും ബ്രോയെ കൊണ്ട് ഈ മാസം റവന്യൂ കിട്ടി. എന്നെ കൊണ്ട് അങ്ങനെ പറ്റുന്നു. പിന്നെ ഇവനെയൊക്കെ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്ന പോലെയാണ്. എടാ നിന്നെയൊക്കെ പോലുള്ള അല്ലെങ്കിൽ സകലമാന ഉടായ്പകൾ കാണിക്കുന്ന എല്ലാ ഉടായ്പകളെയും വലിച്ചു കയറി ഒട്ടിക്കും. അതിൽ ഇനിയും ഒരു മാറ്റവും. അല്ലാണ്ട് കുറെ പേരൊക്കെ ഒരു ധാരണ ഉണ്ട്, അവനെ വിറ്റ് ജീവിക്കുന്നു, ഇവനെ വിറ്റ് ജീവിക്കുന്നു. ഒരു തേങ്ങയും വേണ്ട. ഉടായ്പകളും തോന്നിവാസങ്ങളും കാണിക്കുന്ന സകലമാന്മാരെയും സകല വാളുമാരെയും വലിച്ചു കയറി ഒട്ടിക്കും. അതിൽ നിന്നൊരു ഏണിങ്സ് കിട്ടുന്നുണ്ട്. നീയൊക്കെ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറം. മനസ്സിലായോ? നിനക്കും അറിയാമായിരിക്കുമല്ലോ 1 മില്യൺ വ്യൂസൊക്കെ പോയപ്പോൾ എത്ര രൂപ കിട്ടിക്കാണുമെന്ന്. എന്തായാലും നിനക്ക് കുറവാണെന്ന് തോന്നുന്നു. അന്നത്തെ ആ വീഡിയോക്ക് കിട്ടിയത് 1,00,000 എങ്ങാണ്ടല്ലേ കിട്ടിയത്. ഓക്കെ, അത് കുറവാണ്. 1 മില്യൺ അത്രയല്ല, കൂടുതൽ കിട്ടേണ്ടതാണ്. നിനക്ക് അത്രേ കിട്ടിയുള്ളൂ എന്ന് ഞാൻ പറയുള്ളൂ. ആദ്യത്തെ പ്രാവശ്യമൊക്കെ ആയതുകൊണ്ടായിരിക്കും. ഓക്കെ, വോട്ടവർ. അപ്പോൾ എൻ്റെ പുന്നാര മക്കളെ, ഒന്നും കാണാതെ ഈ കളിക്ക് നിൽക്കത്തില്ല കേട്ടാ. ഒന്ന് നോട്ട് ചെയ്ത് ഉള്ളിൽ വെച്ചിരുന്നാൽ നിനക്ക് കൊള്ളാം. കുറച്ചും കൂടെ കിട്ടും. നീ എന്തോന്ന് ഇവിടെ സാമാനം പറക്കിയിട്ടോണ്ടിരിക്കണം? മറ്റുള്ളവന് ഇടുന്ന സാമാനം. നീ എന്താ സാമാനോടാ ഇപ്പൊ പറക്കിയിടുന്ന? തോന്നി അട്ട പോലെ ഇരിക്കുന്നതിനെ വെച്ചുകൊണ്ട് ആട്ടാൻ വന്നിരിക്കുന്നു. സാമാനം പോലും. എടേ നിന്നേക്കും നീ അത്യാവശ്യം എൻ്റെ ഒരു ഏജ് ലെവലായിരുന്നെങ്കിൽ നിന്നെയൊക്കെ തെറി വിളിച്ച് തീർത്താനെ. ഇത് എനിക്ക് ചിരിയടാ വരുന്ന, കോമഡിയടാ ഇത്. അയ്യേ, 2-3 പീറക്കിളുന്ത് പാലുകൾ വന്നിരുന്നിട്ട് കണവണാന്ന് പറയുന്നത് വെറും കോമഡി ആയിട്ട് ഞാൻ എന്നെ കണ്ടിട്ടുള്ളൂ. ഞാൻ കണക്കി പോലും എടുത്തിട്ടില്ല. തന്നെയല്ലേ ചെയ്യുന്നേ? നീ എന്നാ തന്നെ പണി വെച്ചിരിക്കുന്നു തന്നെ. എടാ കിച്ചു, ഓക്കെ, കിച്ചുവിന്റെ ചാനൽ അവന്റെ വീഡിയോ എന്തേലും പോട്ട്. ഈ ബാക്കി ഇരിക്കുന്ന വെള്ളം മൊണ്ണയത് നിന്നെ ആരടാ ഇവിടെ പിടിച്ചിരുത്തിയത്? തന്നെയല്ലേ ചെയ്യണെന്ന്. നീ അവന്റെ കൂടെ വന്നിരുന്നിട്ട് റീച്ച് ഉണ്ടാക്കാൻ വന്നിരുന്നിട്ട് കൊണ അടിച്ചിട്ട് തന്നെയല്ല ഉണ്ടാക്കണത്. നിനക്ക് ഉളുപ്പുണ്ടാടാ വേട്ടവാളിയാ. ഇവിടെ പോടാ, എനിക്ക് തരത്തിന് പോയി കളിയടാ. അവന്റെ കൊണയടിക്കും, അവന്റെ അവന്റെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ അവൻ കോടതി എന്നാണ് അവന്റെ വിചാരം. വിളിച്ചു പോടാ വേട്ടവാളിയാ. മീശ പോലും മുളച്ചിട്ടില്ല, അവൻ കൊണയടിക്കാൻ വന്നിരിക്കുന്നു. കാണാവണ പയലുകൾ. ഇവനൊക്കെ എവിടെ നിന്ന് കെട്ടിയെടുത്തോണ്ട് പറഞ്ഞതെന്താ? കിച്ചുവിന്റെ നാശത്തിലേക്കുള്ള പോക്കാണ് കേട്ടാ, നാശത്തിലേക്കുള്ള പോക്ക്. മണ്ട നിന്റെ വീട്ടിൽ അച്ഛനുണ്ടാ? ഉണ്ടെങ്കിൽ മതി. അങ്ങനെ കയറി വിളിച്ചാൽ മതി. മണ്ടാന്നാ, പൊട്ടാന്നാ, കിഴങ്ങാന്നാ, പോങ്ങാന്നാ, ഷൊട്ടേന്നാ, ഷൊണ്ണേന്നാ, ഷുട്ടേന്നാ, ഷുക്കോണ, കൊണ്ണ എന്നാ ആന്നാ, എന്ത് വേണം വിളിക്കാം. അച്ഛൻ്റെ മുഖത്ത് നോക്കി പോയി നിന്നങ്ങ് വിളിച്ചാൽ മതി കേട്ടാ. അച്ഛൻ വിളി കേൾക്കോ ഇല്ല എന്ന് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. നിങ്ങളും അച്ഛൻ്റെ മക്കളും ആയിക്കോ. അല്ലാണ്ട് പിന്നെ അവൻ വന്നിരിക്കണം അവൻ്റെ കൊണയടി. എടാ പോടാ, സ്കൂളിലെ ബെല്ല് പഠിക്കും, അതിന് മുമ്പേ പോയി ക്ലാസ്സിൽ കയറ്. ഇല്ലാണ്ട് പിന്നെ അല്ലെങ്കിൽ റിയാക്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ സത്യം. എടാ പോടാ, ക്ലാസ്സിൽ പോയിടാ. എടാ പോടാ അടിച്ച് കിളുന്തുകൾ വന്നിട്ട് എനിക്ക് പോടാ. എടാ പോ. നിങ്ങൾ വിചാരിക്കരുത് നീ ഒരാളെ പറ്റി പറയുമ്പോ അയാൾ എന്താണ് അല്ലെങ്കിൽ ഏതാണോ തിരക്കിട്ട് നിന്നെയൊക്കെ പറ്റിയിട്ട് തിരക്കിയപ്പം കിട്ടിയത് ഞാൻ അങ്ങോട്ട് കൊണച്ച് തരട്ടാ. അണ്ണാക്കി പിരിവെട്ടി ഇരിക്കും. നീയൊക്കെ എല്ലാം കൂടി വളഞ്ഞിരുന്ന് അണ്ണാക്കി പിരിവെട്ടിയിരിക്കും. കിച്ചു സുധീരെടുത്ത് കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ അടക്കം കേട്ടോ. എന്നെ കൊണ്ട് വാ തുറപ്പിക്കരുത്. നീ എങ്ങനെയായിരുന്നു സുധീരെടുത്ത് പെരുമാറിക്കൊണ്ടിരുന്നതെന്ന് വരെ എനിക്കറിയാം. അതുകൊണ്ട് ഞാനിനി പറയണോ? ഈ ഒരൊറ്റ സിമ്പൽ പോരെ, നിനക്ക് മനസ്സിലാവില്ലേ? അതുകൊണ്ട് എൻ്റെ പൊന്നളയാ വിട്, പൊന്ന് അനിയ, അത്രേ ഉള്ളൂ. അതേ ഉള്ളൂ നിനക്ക് പ്രായം. അതുകൊണ്ട് കുണയ്ക്കാൻ വരരുത്. കിട്ടും. ഈ 2 വേട്ടാവളയന്മാർ സൈഡിൽ ഇരുന്ന് കുണയ്ക്കുന്നത് കണ്ടുകൊണ്ട് അവന്മാരെ നമ്പി കയറി വന്നാൽ നീ ഊഫും. ഞാനുള്ള കാര്യം പറയാം. അത് മീശ പോലും കുരുത്തിട്ടില്ല. വന്നിരുന്ന് അടിക്കണ കൊണ കണ്ടു കഴിഞ്ഞാൽ ദൈവം തയ്ക്കില്ല. മനുഷ്യായ എടാ പോടാ.
പോടെ നാക്കോടിയാ പോയി പല്ലിയാടാ പോയി. പബ്ലിക് അയ്യോ ഒരു വാക്ക് പറയാൻ കൂടി അറിഞ്ഞൂടെ. പബ്ലിക് പോടാ. അയ്യോ ഇഷ്ടം. ഈ കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. നേരിട്ട് ഇങ്ങനെ ലൈവിൽ കൂടെ സംസാരിക്കാന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. മനസ്സിലായ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ കത്തിയാ. നിങ്ങൾക്ക് ഒരു വിചാരമുണ്ട്, ഞങ്ങളൊക്കെ ഒരു പൊട്ടനാണ്. നിങ്ങൾ 3 നേരം ഉണ്ടായിട്ട് വായിക്കാം. അത് വിചാരമല്ല, സത്യ. നീ ഒരു പൊട്ടനാ. ഉള്ളതിൽ ഇരിക്കുന്നതിൽ 3 പൊട്ടൻ നീയാണ്. ഇനി ഞാൻ പൊട്ടനെന്നാണ് നീ വിളിക്കുന്നതെങ്കിൽ നീ വീട്ടിൽ പോയിട്ട് നിന്റെ അച്ഛനെ വിളിച്ച് ചേർത്തിട്ട് അങ്ങ് വിളിക്കുക. അപ്പോൾ സമാധാനമായില്ലേ? സന്തോഷമായില്ലേ? അതുകൊണ്ട് എന്നെ പുന്നാര മോനെ പോവുകയും ചെയ്യും. തരത്തിനായി കളി. എൻ്റെ കൊണയടി കൊണ്ട് എൻ്റെ നെഞ്ചത്തോട്ട് വരണം. അഭിനയിക്കണമില്ല. നീയൊക്കെ റിയൽ പൊട്ടന്മാരും കിഴങ്ങന്മാരും പോങ്ങന്മാരും. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആവൂലല്ലോ. നാണമില്ലാത്തവന്മാർ. പോ. ഞാനൊന്നും പറയുന്നില്ല കിച്ചുടേ. നിന്റെ നാശത്തിലേക്കുള്ള കുഴി നീ തന്നെ തോണ്ടരുത്. ഞാൻ ഇന്നേ വരെ നിന്നെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം എൻ്റെ കിട്ടിയിട്ട് പോലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അത് നീ ഒരു കൊച്ചു പയ്യൻ, പ്രായം തെറ്റിയ പ്രായം നന്നായി വരുമെന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ടാണ് നീ എന്നെ കൊണ്ട് വാ തുറപ്പിക്കരുത്. നിന്റെ തന്തേരുടെ അടുത്ത് നീ കാണിച്ചിട്ടുള്ള പരിപാടി അടക്കം എനിക്കറിയാം. ഞാൻ ഇതിൻ്റെ അപ്പുറം നിനക്ക് നീ ഹിന്റ് ഇട്ട് തരേണ്ട കാര്യം ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നില്ല കേട്ടോ. നിനക്ക് കാര്യം പിടി കിട്ടി കാണും, അവന്മാർക്ക് അറിയത്തില്ലായിരിക്കും കേട്ടോ. നീ സുധീയുടെ അടുത്ത് കൂട്ടിയിട്ടുള്ള കാര്യങ്ങളടക്കം അവന്മാർക്ക് അറിയത്തില്ലായിരിക്കും, പക്ഷെ എനിക്കറിയാം. നിനക്ക് കത്തിക്കാണല്ലോ ഞാൻ പറഞ്ഞത് കിച്ചു. ആയിക്കോട്ടെ. കണ്ണുണ്ടോ അഭിനയിക്കുന്നില്ല, കണ്ണ് കാണാൻ നടക്ക് ചെവി കേട്ടോ, പക്ഷെ കേൾക്കാൻ അഭിനയിക്കുന്നില്ല. അതാ ഞങ്ങൾ പറയുന്ന കാര്യം. അടിയൊന്നും കൊടുക്കണ്ട, ജീവിച്ചോട്ട്. ഒന്നുമില്ല, അവന് കൈക്കും കാലൊന്നും ശേഷിയില്ലാതെ ഇറക്കണേ. അതായിരിക്കും മറ്റുള്ളവരുടെ കണ്ടന്റ് കിട്ടി. കൈക്കും കാലിക്കും ശേഷിയില്ല. നീ ഇങ്ങ് പോര്. ലൊക്കേഷൻ ഇട്ട് തരാം. എന്നെ ഇങ്ങനെ അടിക്കടാ. അങ്ങനെ നിന്റെ കമന്റിലുള്ളവർ പറഞ്ഞ സ്ഥിതിക്ക് നീ എന്നെ ഒന്ന് അടിച്ചിട്ട് പോടാ. വാടാ കുട്ടാ, വാടാ. 2 കുട്ടന്മാരും വാ, അടിക്കാൻ കണക്കിന് വാ. ഇനിയിപ്പോൾ നാളെ കൊണച്ച വീഡിയോ ആയിട്ട് വരും, എനിക്കറിയാം. ഞാൻ ഇനി എടുക്കുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിനി എടുക്കുകയാണെങ്കിൽ ഈ കിച്ചു മോനെ എക്സ്പോസ് ആവും. അതിനുള്ള കുഴി നീയൊക്കെ തന്നെ തോണ്ടി തരലായിരിക്കും. പിന്നെ നിന്റെയൊക്കെ ചരിത്രം കൂട്ടത്തിൽ ഞാൻ ഇങ്ങ് ഇട്ടിക്കും. കിച്ചു എന്തായാലും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത പരിപാടികൾ കൂട്ടത്തിലിരുന്ന് ചെയ്തവന്മാരാരെന്നും കൂടി ഞാൻ അങ്ങ് അന്വേഷിക്കാൻ തുടങ്ങും. എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കല്ലേ പൊന്നുമക്കളെ. സൂപ്പറായിട്ട് ഞാനിങ്ങോട്ട് ഒരച്ചിങ് എടുക്കും. ഒന്നാതെ പൊടി പിള്ളേർ, പീക്കറി പിള്ളേർ, ഒരു തരവും ഇല്ല. അതുകൊണ്ട് ചെയ്യിപ്പിക്കരുത്. ഞാൻ ഇപ്പോഴും റിമൈൻഡറായിട്ട് പറയുകയാണ്, ചെയ്യിപ്പിക്കരുത്. എന്താ ആ പേട്ടപ്പേൽ എന്താ പറഞ്ഞു? എന്തോ കിഴങ്ങ് വർത്താനം പറഞ്ഞല്ലോ, നോക്കട്ടെ. അടിയൊന്നും കൊടുക്കണ്ട, ജീവിച്ചോട്ട്. കിട്ടുവാടാ. ഞാൻ ഇവിടെ ഉള്ളതെന്നാ, ഞാൻ നിന്റെ തൊട്ടിപ്പുറത്തെ ജില്ലയിൽ തന്നെ, ട്രിവാൻഡ്രം. ഇങ്ങ് പോര് കേട്ടാ. എനിക്ക് ഒരു മിസ് കോൾ ഉണ്ട്. എനിക്കൊരു വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് നീ ഇങ്ങ് പോര്. നിനക്ക് ഞാൻ ലൊക്കേഷൻ ഇട്ട് തരാം. നീ വന്ന് തന്നെ അടിച്ചിട്ട് പോയാൽ മതി കേട്ടാ. അത്രയ്ക്ക് നട്ടലിനും ചങ്കറപ്പും ഒക്കെ നിനക്ക് എല്ലാം കൂടി മിക്സ് ചെയ്തുള്ളവനാണെങ്കിൽ ആ വെള്ള ഷർട്ടിട്ട പുന്നാര മോനിങ് പോര് കേട്ടാ. നീ വന്ന് എന്നെ അടിച്ചിട്ട് ഇങ്ങ് പോരും. നിന്റെ വെല്ലുവിളി അവിടെ നിന്ന് ഉണ്ടാക്കുന്നില്ലേ? നീ ചുണയുള്ള നട്ടലുള്ള ഒരുത്തനാണ്, നല്ല 1ാം തരം തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ ഇങ്ങ് പോരും, എന്നെ അടിച്ചിട്ട് പോകും കേട്ടാ. നീ ഇങ്ങ് പോരും. വെള്ള ഷർട്ടിട്ടവൻ ആഷിഖല്ലേ, ആഷിഖ് ബാനായ ഇങ്ങ് പോരും. അത്രയ്ക്ക് ചങ്കുറപ്പുള്ളവനാണ്, നല്ല 1ാം തരം തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ ഇങ്ങ് പോരും. നിന്നെ വെല്ലുവിളിക്കുന്നു. പറ്റുമെങ്കിൽ നീ വാ, നിനക്ക് ഞാൻ ലൊക്കേഷൻ ഇട്ട് തരാം. വന്ന് നീ അടിച്ചിട്ട് പോയാൽ മതി. അത്രയ്ക്ക് അങ്ങോട്ട് കുണയ്ക്കാതെ നീ വാ. എൻ്റെ പുന്നാര വേണം. നിനക്ക് എന്തായാലും 18 കഴിഞ്ഞല്ലോ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് മറ്റേ കേസ് വരത്തില്ല. അത് മതി, എനിക്കത് മതി. അത് മതി. ബാക്കി മറ്റേ കേസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് കൂടുതലാണ്. ഇതാകുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. ഇതാകുമ്പോൾ എനിക്ക് ഡീൽ ചെയ്യാനുള്ള പരിപാടിയൊക്കെ എനിക്കറിയാം. അഹങ്കാരം നമ്മൾ സംസാരിക്കും.
എടാ പുന്നാര മോനെ നീ വാടാ കണ്ടിക്കേ വാടാ. എടാ ചോണകളെ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ, നല്ല ഒന്നാം തരം തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ പോരെ. നിന്നെ ഞാൻ വെല്ലു വിളിക്കുന്നു. നീ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം, കാണാനെങ്കിൽ പോരെ കേട്ടാ കൂട്ടാ. കൊണ അടിക്കാൻ വന്നിരിക്കുന്നു. നീ വാ 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 അത്രയ്ക്ക് ചങ്കറപ്പുള്ളവനാണെങ്കിൽ വാ. എനിക്ക് മെസ്സേജ് ഇട്. നിന്റെ രേണുമ്മേരെ അടുത്ത് ചോദിച്ചാൽ മതി. കിച്ചു രേണുമ്മേരെ ഒന്ന് നമ്പർ വാങ്ങിച്ചാൽ പുന്നാര മോനൊന്ന് കൊടു കേട്ടാ. അവൻ ഇങ്ങനെ പോരട്ടെ. നീ വാ, നമുക്ക് അടിച്ച് തന്നെ തീർക്കാം. അത്രയ്ക്ക് നിനക്കൊരു കുന്തളിപ്പിളായി വയ്ക്കല്ലേ. നീങ്ങി പോരും. അഹങ്കാരം സംസാരിച്ചില്ലായിരുന്നെങ്കിൽ നട്ടലില്ലാത്തത് ഏത് ഒരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ അവ അഹങ്കാരമായി. നല്ല ആട്ടം ഉണ്ടല്ലോടാ മക്കളെ മൂന്നെണ്ണത്തിനും. നീയൊക്കെ ഉണ്ടല്ലോ നിന്നെയൊക്കെ ഉണ്ടല്ലോന്ന്. എടാ സംസാരിക്കാൻ പോലും അറിഞ്ഞൂടെ. നാക്കോലും പഠിക്കാത്ത വെട്ടവാളിയന്മാർ വന്നിരുന്നു വെല്ലുവിളിക്കുന്നു. സംസാരിച്ചിരുന്നില്ലെങ്കിൽ വേറെ കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ അഹങ്കാരമായി അതായി ഇതായി. ഇങ്ങനെ കാണിക്കുന്നത് അഹങ്കാരമല്ല ബ്രോ, ഒരു മനുഷ്യന്റെ ഒരു എമോഷൻസ് ഉള്ള ഒരു ഭാഗങ്ങളാണ്. നിങ്ങൾ ആദ്യം എത്രനാളും കൂളായിട്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ ഓരോരോ സംഭവങ്ങൾ അത് വേറൊരു സ്വഭാവമാണ് പലതും. ഒരു പോയിന്റിൽ നോക്കുമ്പോൾ രേണു ആഗ്രഹിച്ച കാര്യങ്ങൾ മിക്കവാറും നടക്കും. ഏതെന്നറിയുമോ? നീ എക്സ്പോസ് ആവുന്നത്. കിച്ചു നീ അതിനുള്ള തുടക്കമാണ് ഇവിടെ ഇടുന്നത്. എന്നുള്ള കാര്യം പറയാം, അതിനുള്ള തുടക്കം തന്നെയാണ് നീ ഇവിടെ ഇടുന്നത്. നിന്റെ അന്ത്യം നീ തന്നെ കുറിക്കും മിക്കവാറും. ഇങ്ങനെയാണെങ്കിൽ നീ എക്സ്പോസ് ആയി നാട്ടുകാരുടെ മുന്നിൽ ചീഞ്ഞളയും. ഉള്ള കാര്യം പറയാം, നിന്റെ തന്തയുടെ അടുത്തുണ്ടായിരുന്ന ഒരു സഹതാപമാണ് നിന്റെ കുടുംബത്തിന് മൊത്തം കിട്ടിയത്. അത് നീയും കൂടിയായിട്ട് ഇല്ലാതാക്കും. വേണ്ടാന്ന് വെച്ച് വെറുതെ വിടുന്നതാണ്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. ആ കിച്ചു അവൻ ശരിയല്ല, അവൻ പറയുന്നത് ശരിയല്ല, അവൻ അങ്ങനെ പറയണു ഇങ്ങനെ പറയണു, അതിലൊന്ന് പ്രതികരിക്കും. അപ്പോഴെല്ലാം ഞാൻ വിട്ടു പോകുന്നതാണ്. കൊച്ചു പയ്യനല്ലേ, പോട്ട്, ചെറുപ്രായമല്ലേ, ചെയ്യിപ്പിക്കരുത് എൻ്റെ പൊന്നനിയാ. എല്ലാ മനുഷ്യർക്കും ഉള്ള അയ്യോ, എല്ലാ മനുഷ്യർക്കുള്ള സാമാനം നിനക്കില്ല. നിനക്ക് പൊട്ടും. നിനക്ക് നീ വാ പോര്, ലൊക്കേഷൻ ഇട്ടുതരാം. ഇങ്ങ് പോര്, നമുക്കിവിടെ വെച്ച് പൊട്ടിക്കാം നിന്റെ ഗുരു. എന്താണ് ഉത്തരം പറയണ്ട? ചോദ്യം ഒരു സീനും ഇല്ല, വീടിന്റെ പേരിൽ കലിപ്പുമില്ല, ഒരു ഉണേ മതി. എണീറ്റുന്നൊരു വളയുടെ ആവിയില്ല ആശിക്കണ്ണന്. അവൻ എൻ്റെ അടുത്ത് കൊണയടിക്കാൻ വന്നിരിക്കുന്നു. എടാ പുന്നാര മോനെ, പോയി തരത്തിന് കളി കേട്ടോ. അപ്പം ശരി, എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി. ഞാൻ വിട്ട കണ്ടണ്ട. പിന്നെ നമ്മുടെ ഒരു വിവികളി അയച്ചു തന്ന് മനു ബ്രോ എനിക്ക് മെസ്സേജ് അയച്ച്. അപ്പം വിചാരിച്ച് നമുക്കൊന്ന് ചെയ്തേക്കാം. നൈസായിട്ടേ ഞാൻ തട്ടുന്നുള്ളൂ. എനിക്ക് പറയാൻ അറിഞ്ഞൂടാത്തതുണ്ടോ, നിന്നെയൊക്കെ വലിച്ചൊരു ഒട്ടിക്കാൻ അറിഞ്ഞൂടാത്തതുകൊണ്ടല്ല. കിളന്ത് പിള്ളേരാണ്, പഠിക്കുന്ന പ്രായം, പഠിച്ചെങ്ങനെയെങ്കിലും ജീവിച്ച് പോകാൻ നോക്ക്. അല്ലാണ്ട് വന്നിരുന്നു ചുമ്മാ എന്നെ ചൊറിഞ്ഞിട്ട് നീയൊക്കെ എക്സ്പോസ് ആയിട്ട് നാളെ നാട്ടുകാരുടെ മുന്നിൽ മൊത്തം നാറി നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. വീട് പോ. നിന്റെയൊക്കെ കൂട്ടുകാരന് പോലും അറിഞ്ഞൂടാത്ത ചരിത്രം കിച്ചുണ്ട് എനിക്കറിയാം. അപ്പോൾ ആലോചിച്ച് നോക്ക്. ഇതെല്ലാം അറിഞ്ഞിട്ട് ഞാൻ ഉണ്ടായിരിക്കുന്നതാണ്. എന്നെ കൊണ്ട് വാദം ഉറപ്പിക്കില്ല. കൂടുതലൊന്നും പറയാല്ല. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.